അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് 40 കൊല്ലം ജമാഅത്ത് മുടക്കാത്ത ഒരു അത്ഭുത മനുഷ്യന്റെ കഥയാണ്. താബിഈകളുടെ നേതാവായ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായ കഥയാണ്. ഒരു മനുഷ്യൻ പള്ളിയുമായി എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, പള്ളിയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കണമെങ്കിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞേ പറ്റൂ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ 10 പള്ളിയിൽ ഒതുങ്ങിക്കൂടേണ്ട 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്നത് റമളാനിന്റെ അവസാനത്തെ 10 മുടങ്ങാതെ റസൂലുള്ള മദീനയിലേക്ക് എത്തിയതിന് ശേഷം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവസാനത്തെ വർഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ റമളാൻ മാസത്തിൽ റസൂലുള്ള 20 ദിവസം പള്ളിയുമായി ബന്ധപ്പെട്ട് ഇഅ്തികാഫിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മദീനയിലുണ്ടായിരുന്ന സ്വഹാബികളുടെ പിൻഗാമികളാണ് താബിഈങ്ങൾ. ഈ താബിഈങ്ങളിൽപ്പെട്ട വലിയ ആബിദായ ഒരു മനുഷ്യനായിരുന്നു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. 40 വർഷം ജമാഅത്ത് മുടക്കിയിട്ടേയില്ല. 40 വർഷം ഒരൊറ്റ നിസ്കാരത്തിന് പോലും പള്ളിയിൽ വെച്ചല്ലാതെ, അതും ജമാഅത്തായിട്ടല്ലാതെ മഹാനവർകൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ് അല്ലേ. ജീവിതം മുഴുവനും ഇഅ്തികാഫിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ അല്ലേ. മഹാനവർകൾ പറയുന്നുണ്ട്, 40 വർഷത്തിനിടയിൽ ഒരു വഖത്ത് ജമാഅത്തിന്റെ ബാങ്ക് പോലും ഞാൻ പള്ളിയുടെ പുറത്തായിരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ തവണ ബാങ്ക് വിളിക്കുമ്പോഴും ഞാൻ പള്ളിയുടെ ഉള്ളിലായിരുന്നു എന്നാണ് മഹാനവർകൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ സമയം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഖുർആൻ പാരായണവും ദിക്റുകളും ഇഅ്തികാഫുകളും മറ്റു സൽക്കർമ്മങ്ങളുമായിട്ട് ഇങ്ങനെ പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം. അതുപോലെ തന്നെ മഹാനവർകൾ പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യൻ്റെയും പുറം കണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന്, പിൻഭാഗം കണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 40 കൊല്ലം ജമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കുക മാത്രമല്ല, ഒന്നാമത്തെ സൊഫിലായിരുന്നു നിന്നിരുന്നത് എന്ന് അല്ലേ. സൊഫ് പോലും ഒന്നാമത്തേതാണ്. രണ്ടാമത്തെ സൊഫിലാകുമ്പോഴാണ് ഒന്നാമത്തെ സൊഫിലുള്ളവരുടെ പിൻഭാഗം കാണുക. എന്നാൽ 40 വർഷത്തെ ജമാഅത്തിലും ആദ്യത്തെ സൊഫിൽ തന്നെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കൂടുമായിരുന്നു. പ്രിയമുള്ളവരെ, ലോകകാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ ലൗകികമായ ജീവിതത്തെക്കുറിച്ചൊക്കെ മറന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതം മാറ്റിവെച്ചു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള റമളാൻ മാസത്തിന്റെ അവസാനത്തിലാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇഅ്തികാഫിന്റെ 10. ഇഅ്തികാഫിന്റെ 10. റമളാൻ നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. കണ്ണുനീരോടുകൂടെ വിശ്വാസികളിൽ നിന്ന് പരിശുദ്ധമായ റമളാൻ മാസം വിട പറഞ്ഞു പോവുകയാണ്. അപ്പോൾ വിശ്വാസികൾക്കൊക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് ആരാധനകളിലായി മുഴുകി നിന്നിരുന്ന ആളുകളൊക്കെ പരിശുദ്ധ റമളാൻ പോകുന്ന വലിയ സങ്കടത്തിലാണ് അല്ലേ. അവസാനത്തെ 10 നമ്മൾ. അപ്പോൾ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? 1. അഹമ്മയ്യത്തു സ്വലാത്തിൽ ജമാഅത്തി, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ പ്രത്യേകതകളാണ്, അതിൻ്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 40 വർഷത്തിൽ ഒരു വഖത്ത് പോലും പള്ളിയിലല്ലാതെ, ജമാഅത്തായിട്ടല്ലാതെ, ഒന്നാമത്തെ സൊഫിലായിട്ടല്ലാതെ മഹാനവറുകൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഡെഡിക്കേഷനാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരാഴ്ച പള്ളിയിൽ കൃത്യമായിട്ട് മുടങ്ങാതെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ പറ്റുമോ? നമ്മളെ കൊണ്ട് കഴിയൂല. ഇത് അല്ലാഹുവിനെ അറിഞ്ഞ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളാണ്. ഇനി രണ്ടാമത്തെ പാഠം എന്താണ്? അൽ ഹിർസു അല സൊഫിൽ അവൽ. ഒന്നാമത്തെ സൊഫ് എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമിൻ്റെ തൊട്ടുപിന്നിലായി നിൽക്കുന്ന ആ സൊഫിൻ്റെ മഹത്വമാണ്. 40 വർഷവും മഹാനവറുകൾ ആ സൊഫ് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, അവിടെ തന്നെ കൂടി. കാരണം അത്രത്തോളം പ്രാധാന്യം ഒന്നാമത്തെ സൊഫിനുണ്ട്. ഇനി മറ്റൊരു പാഠം എന്താണ്? അൽ ഇർതിബാതു ബിൽ മസ്ജിദി, പള്ളിയുമായി ജീവിതം ബന്ധപ്പെടുക എന്നതാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും പള്ളിയിലേക്ക് പോകാൻ നമുക്ക് പറ്റണം. 5 വഖത്തിന് പോട്ടെ,
ബാക്കിയുള്ള എഴുത്തികാഫുകൾ പോട്ടെ, ഒരു ദിവസത്തിൽ ഒരു വഖത്തിനെങ്കിലും പള്ളിയിൽ ജമാഅത്ത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. റമളാൻ ആകുമ്പോഴൊക്കെ നമ്മൾ പോകുന്നുണ്ടാകും, എന്നാൽ റമളാൻ കഴിഞ്ഞാലും പള്ളിയിലായിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം. മറ്റൊന്ന്, നാലാമത്തെ ഫളുൽ ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രതിഫലമുള്ള ആരാധനയാണ്. ഒന്നും ചെയ്യണ്ട, മനുഷ്യൻ മലക്കുകളുടെ മർത്തബകളിലേക്ക് ഉയർത്തപ്പെടുന്ന, മലക്കുകളുടെ പദവികളിലേക്ക് ഉയർത്തപ്പെടുന്ന, ഒന്നും ചെയ്യാതെ പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്കർമ്മം. നിസ്കാരമാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ചൊല്ലണം, അല്ലേ? ഖുർആനാണെങ്കിൽ നമ്മൾ പാരായണം ചെയ്യണം, നമുക്ക് എനർജി ചെലവാണ്. എന്നാൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾ കിടന്നുറങ്ങിയാലും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഒരു പ്രത്യേക ആരാധനയാണ്, അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രതിഫലം. അതുപോലെ തന്നെ അൽ ഇജ്തിഹാദു ഫിൽ അശ്റിൽ അവാഖിർ. ഇഅ്തികാഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 ഹാർഡ് വർക്കിനെ കുറിച്ച്, കഠിനാധ്വാനത്തെക്കുറിച്ച്, രാത്രി ഒന്നും ഉറങ്ങാതെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുക, അതോടൊപ്പം ജമാഅത്തുകളൊന്നും മുടങ്ങാതെ പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കുക, അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസുകളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയതിന് ശേഷം ഒരൊറ്റ വഖ്ത് പോലും, ഒരൊറ്റ റമളാനിലെ അവസാനത്തെ 10 പോലും ഇഅ്തികാഫിലല്ലാതെയായിട്ട് റസൂലുള്ളാഹ് കൊണ്ടാടിയിട്ടില്ല. മരിക്കുന്നതിൻ്റെ അവസാനത്തെ റമളാനിൽ ആണെങ്കിൽ അവസാനത്തെ 20 ദിവസവും ഇഅ്തികാഫിലായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അവസാനത്തെ 10 നമ്മൾ പള്ളിയിൽ പോയിരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ത്വലബു ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിരിക്കുക എന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധമായ റമളാനിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യായുസ്സിൽ ഒരു തവണയെങ്കിലും കിട്ടിയാൽ ലോകം മുഴുവനും കിട്ടിയതിന് തുല്യമാകുന്ന ഒരൊറ്റ രാത്രി, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള, ഒരു മനുഷ്യായുസ്സിനേക്കാൾ പ്രതിഫലമുള്ള ഒരൊറ്റ രാത്രി, ഒരു നിമിഷം. ആ നിമിഷത്തെ തേടാൻ വേണ്ടി റമളാനിൻ്റെ 20 തുടങ്ങിയാൽ 30 വരെ വീട്ടിലേക്ക് പോകാതെ പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. അവരൊക്കെ വല്ലാത്തൊരു ഡെഡിക്കേഷനാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകട്ടെ, ലൈലത്തുൽ ഖദ്ർ നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.